എല്ലാവർക്കും നമസ്കാരം. എഡ്യൂപ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 കഴിഞ്ഞ് BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ നോക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചില പേരുകളായിരിക്കും LBS ആപ്ലിക്കേഷൻ, LBS പോർട്ടൽ തുടങ്ങിയവ. ഈ വീഡിയോയിൽ LBS ഓൺലൈൻ പോർട്ടലിനെ കുറിച്ചും കേരളത്തിലെ നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, LBS അലോട്ട്മെന്റ് പ്രോസസ്സ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓരോ കോഴ്സിനും എത്ര ശതമാനം മാർക്കുണ്ടെങ്കിൽ LBS വഴി അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. കൂടാതെ LBS വഴി അപേക്ഷിക്കുമ്പോൾ പലർക്കും നല്ല മാർക്കുണ്ടെങ്കിലും സീറ്റ് ലഭിക്കാത്തതിന്റെ ഒരു പ്രധാന കാരണവും ആ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നതും ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. ആദ്യമായി LBS പോർട്ടൽ എന്താണെന്ന് നമുക്ക് നോക്കാം. LBS അഥവാ ലാൽ ബഹദൂർ ശാസ്ത്രി സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്നത് കേരളത്തിലെ മെഡിക്കൽ, നഴ്സിംഗ്, പാരാമെഡിക്കൽ അഡ്മിഷനുകൾ നിയന്ത്രിക്കുന്ന ഒരു അർദ്ധ സർക്കാർ സ്ഥാപനമാണ്. കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെയും മെഡിക്കൽ, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടത്തുന്നത് LBS ഓൺലൈൻ പോർട്ടൽ മുഖേനയാണ്. കൂടാതെ സെൽഫ് ഫൈനാൻസിംഗ് കോളേജുകളിൽ സർക്കാരിന്റെ 50% സീറ്റുകളിലേക്കുള്ള മെറിറ്റ് കോട്ട അലോട്ട്മെന്റ് നടത്തുന്നതും LBS എന്ന വെബ്സൈറ്റ് വഴിയാണ്. ചുരുക്കത്തിൽ കേരളത്തിലെ BSc നഴ്സിംഗ് കൂടാതെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളായ BSc റേഡിയോളജി, BPT തുടങ്ങിയ ഏകദേശം 15ഓളം കോഴ്സുകളിലേക്കുള്ള മെറിറ്റ് കോട്ട അഡ്മിഷൻ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടതും മാർക്ക് അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതും അലോട്ട്മെന്റ് പ്രോസസ് നടത്തുന്നതും LBS പോർട്ടൽ വഴിയാണ്. ഇനി ഏതൊക്കെ കോഴ്സുകൾക്ക് LBS പോർട്ടൽ വഴി അപേക്ഷിക്കാം എന്ന് നോക്കാം. BSc നഴ്സിംഗ് കൂടാതെ 15ഓളം പാരാമെഡിക്കൽ കോഴ്സുകൾ LBSന്റെ കീഴിൽ വരുന്നുണ്ട്. ഇതിൽ BSc HIS മെഡിസിൻ, BSc റേഡിയോതെറാപ്പി, BSc MIT, BSc MLT, BPT, BSc പെർഫ്യൂഷൻ തെറാപ്പി, BCBT, BSc ഒപ്റ്റോമെട്രി, BSc ന്യൂറോ ടെക്നോളജി, BISLP, BOT തുടങ്ങി നിരവധി പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടുന്നുണ്ട്. ഈ കോഴ്സുകളുടെ കാലാവധി പൊതുവെ 4 വർഷമാണ്. ഇനി അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എന്തൊക്കെയാണെന്ന് നോക്കാം. അപേക്ഷിക്കാൻ വേണ്ട പ്രധാന യോഗ്യതകൾ ഇവയാണ്. 1. ദേശീയത, അതായത് ഇന്ത്യൻ പൗരനായിരിക്കണം. നേറ്റിവിറ്റി, കേരളത്തിൽ ജനിച്ചവരോ അല്ലെങ്കിൽ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിച്ചവരോ ആയിരിക്കണം. 3. മാർക്ക്, +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങളിൽ ഓരോന്നിനും കുറഞ്ഞത് 50% മാർക്കുണ്ടായിരിക്കണം. OBC, SC, ST എന്നീ വിഭാഗക്കാർക്ക് 45% മാർക്കുണ്ടെങ്കിലും അപേക്ഷിക്കാവുന്നതാണ്. 4. പ്രായം, ഡിസംബർ 31 17 വയസ്സ് തികഞ്ഞിരിക്കണം. BSc നഴ്സിംഗിന് 35 വയസ്സും പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് 46 വയസ്സുമാണ് പരമാവധി പ്രായപരിധി. 5. റിസർവേഷൻ കാറ്റഗറിയിൽ പെടുന്ന അപേക്ഷകർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതായത് OBC, SC, ST സർട്ടിഫിക്കറ്റുകൾ, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ ഉണ്ടായിരിക്കണം. അപേക്ഷാ ഫീസും അപേക്ഷിക്കേണ്ട രീതിയും നോക്കാം. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ജനറൽ വിഭാഗക്കാർക്ക് 800 രൂപയും SC, ST വിഭാഗക്കാർക്ക് 400 രൂപയുമാണ് അപേക്ഷാ ഫീസ്. കേരള ബോർഡിന്റെ +2 റിസൾട്ട് വന്നതിന് ശേഷം ഏകദേശം 1 മാസത്തിനുള്ളിലാണ് സാധാരണയായി LBS പോർട്ടലിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ആക്റ്റീവ് ആവുന്നത്. ആപ്ലിക്കേഷൻ പ്രോസസ് പൂർണ്ണമായും ഓൺലൈനാണ്. ഓൺലൈനായി പേഴ്സണൽ വിവരങ്ങളും മാർക്കുകളും മറ്റ് സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇൻഡെക്സ് മാർക്ക് അഡ്മിഷനായി പരിഗണിക്കുന്നത് നിങ്ങളുടെ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളിലെ ഇൻഡെക്സ് മാർക്കാണ്. ഇൻഡെക്സ് മാർക്ക് കണ്ടെത്താൻ അറിയില്ലാത്തവർക്ക് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാണാവുന്നതാണ്. ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കാൻ ഉയർന്ന പെർസെന്റേജ് അല്ലെങ്കിൽ ഇൻഡെക്സ് മാർക്ക് അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം പല ഗവൺമെന്റ് കോളേജുകളിലും BSc നഴ്സിംഗ് കോഴ്സിന് 300-ൽ 290 മാർക്കിന് മുകളിലുള്ളവർക്കാണ് സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ ലഭിച്ചത്. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഭൂരിഭാഗം പാരാമെഡിക്കൽ കോഴ്സുകൾക്കും കേരളത്തിൽ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് ഉള്ളത് എന്നതാണ്. അതായത് BSc ന്യൂക്ലിയർ മെഡിസിൻ, BSc റേഡിയോതെറാപ്പി പോലെയുള്ള ചില കോഴ്സുകൾക്ക് മൊത്തം കേരളത്തിൽ ഉള്ളത് 8 സീറ്റുകൾ മാത്രമാണെന്ന് ഓർക്കുക. BSc MIT കോഴ്സിനുള്ളത് ഏകദേശം 100 സീറ്റുകളും, ഡയാലിസിസ്, BOT, BISLP തുടങ്ങിയ കോഴ്സുകൾക്ക് ഏകദേശം 50 സീറ്റുകൾ മാത്രമാണ് ഉള്ളത് എന്നതുകൊണ്ട് കേരളത്തിൽ ഈ കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കാൻ പലപ്പോഴും 96% കൂടുതൽ മാർക്ക് ആവശ്യമായി വരാറുണ്ട്. LBS കൂടാതെ മാനേജ്മെന്റ് അസോസിയേഷൻ വഴിയുള്ള BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചും അപേക്ഷിക്കാനുള്ള പോർട്ടലുകളെ കുറിച്ചും ഉള്ള വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാർക്ക് കുറവുള്ളവർക്ക് അസോസിയേഷൻ വഴി അപേക്ഷിക്കാൻ ആ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ്. LBS അലോട്ട്മെന്റ് പ്രക്രിയ. അപേക്ഷകൾ വെരിഫൈ ചെയ്ത ശേഷം ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് മെറിറ്റ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ആദ്യം ഒരു ട്രയൽ അലോട്ട്മെന്റ് ഉണ്ടാകും. ഈ ട്രയൽ അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് സാധാരണയായി കേരളത്തിലെ ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ട്രയൽ അലോട്ട്മെന്റിന് ശേഷമുള്ള ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ചാൽ സീറ്റ് ഉറപ്പിക്കാനായി നിശ്ചിത ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ടോക്കൺ ഫീസ് ജനറൽ കാറ്റഗറിക്ക് 25,000 രൂപയും SC, ST കാറ്റഗറികൾക്ക് 1000 രൂപയുമാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കാനുള്ളത്,
ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ചാൽ ആദ്യം തന്നെ അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് ഏത് കോളേജിലാണോ അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത് അവിടെ ടോക്കൺ ഫീസ് അടച്ച് സീറ്റ് ഉറപ്പാക്കുക എന്നതാണ്. നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കാത്ത പക്ഷം തുടർന്നുള്ള അലോട്ട്മെന്റിൽ LBS നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കില്ല എന്ന് പ്രത്യേകം ഓർക്കുക. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ടോക്കൺ ഫീസ് അടച്ച് സീറ്റ് കൺഫേം ചെയ്യുന്നവരെ മാത്രമേ തുടർന്നുള്ള റൗണ്ടുകളിൽ പരിഗണിക്കുകയുള്ളൂ. ടോക്കൺ ഫീസ് അടയ്ക്കാത്ത പക്ഷം ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ പ്രക്രിയയിൽ നിന്ന് പുറത്താകും എന്നുകൂടി ഓർക്കുക. അതേസമയം ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച ശേഷം ഫീസ് അടച്ച് അഡ്മിഷൻ കൺഫേം ചെയ്തവർക്ക് മൂന്നാമത്തെ റൗണ്ട് വരെ വേറെ ഏതെങ്കിലും കോളേജുകളിൽ അലോട്ട്മെന്റ് ലഭിച്ചാൽ ആ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം സാധാരണയായി 2-3 അലോട്ട്മെന്റുകൾ നടക്കാറുണ്ട്. ചിലപ്പോൾ 4-5 റൗണ്ടുകൾ വരെ അലോട്ട്മെന്റുകൾ നടക്കാറുണ്ട്. ഓരോ വർഷത്തെ സീറ്റുകളുടെ എണ്ണവും പുതിയ നഴ്സിംഗ് കോളേജിൽ വരുമ്പോൾ ഉണ്ടാകാനുള്ള സീറ്റ് വർധനയും പിന്നെ നിലവിലുള്ള അനുവദിച്ച് കിട്ടാറുള്ള അഡീഷണൽ സീറ്റുകളെയും മറ്റും അടിസ്ഥാനമാക്കിയായിരിക്കും കൂടുതൽ അലോട്ട്മെന്റുകൾ ഉണ്ടാകുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ലാസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റിന് ശേഷം സീറ്റുകൾ ബാക്കിയുണ്ടെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റുകളും ഉണ്ടാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അപേക്ഷിക്കുമ്പോൾ മാക്സിമം ഓപ്ഷനുകൾ നൽകാൻ ശ്രമിക്കുക എന്നതാണ്. ആദ്യമേ മനസ്സിലാക്കേണ്ടത് എല്ലാ സെൽഫ് ഫൈനാൻസിംഗ് കോളേജുകളിലും സർക്കാരിന് 50% സീറ്റ് ഉണ്ട് എന്നതാണ്. അതായത് LBS അലോട്ട്മെന്റ് നടത്തുന്നത് ഗവൺമെന്റ് കോളേജുകളിലേക്ക് മാത്രമല്ല, മറിച്ച് സർക്കാരിന് പ്രൈവറ്റ് കോളേജുകളിലുള്ള 50% സീറ്റുകളിലേക്കും കൂടിയാണ് എന്നതാണ്. നിങ്ങളുടെ മാർക്ക് പെർസെന്റേജ് അഥവാ ഇൻഡെക്സ് മാർക്ക് അനുസരിച്ചും നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻ അനുസരിച്ചുമാണ് അലോട്ട്മെന്റ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ നൽകുമ്പോൾ പ്രത്യേകിച്ച് മാർക്ക് കുറവുള്ളവർ മെഡിക്കൽ കോളേജുകൾ മാത്രം ഓപ്ഷനായി നൽകാതെ കൂടുതൽ ഓപ്ഷനുകൾ നൽകാൻ ശ്രമിക്കുക. ചില വിദ്യാർത്ഥികൾ അവരുടെ ജില്ലയിലുള്ള മെഡിക്കൽ കോളേജുകളിൽ മാത്രം ഓപ്ഷൻ നൽകാറുണ്ട്. അങ്ങനെ ചെയ്താൽ അവർ ഓപ്ഷൻ നൽകിയിരിക്കുന്ന കോളേജുകളിൽ അലോട്ട്മെന്റ് ലഭിക്കാതെ വന്നാൽ പിന്നെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താകും എന്നുകൂടി മനസ്സിലാക്കുക. മാത്രമല്ല, കൂടുതൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവരെക്കാൾ മാർക്ക് കുറഞ്ഞ മറ്റ് വിദ്യാർത്ഥികൾക്ക് അവർക്ക് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന ചില കോളേജുകളിൽ അലോട്ട്മെന്റ് ലഭിക്കാനും സാധ്യതയുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് ഓപ്ഷൻ നൽകുമ്പോൾ ചെറുതും വലുതുമായ കൂടുതൽ കോളേജുകളിൽ ഓപ്ഷൻ നൽകിയാൽ നിങ്ങൾക്ക് LBS വഴി അലോട്ട്മെന്റ് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും എന്നുകൂടി ഓർക്കുക. ഇനി എത്ര ശതമാനം മാർക്കുണ്ടെങ്കിൽ LBS വഴി BSc നഴ്സിംഗ് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് നോക്കാം. എത്ര ശതമാനം മാർക്കുണ്ടെങ്കിൽ LBS വഴി അലോട്ട്മെന്റ് ലഭിക്കും എന്നത് കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം ഇത് ഓരോ വർഷവും അപേക്ഷകരുടെ എണ്ണവും ഓരോ കോഴ്സും കോളേജും അനുസരിച്ചും കൂടാതെ ഓരോ ബോർഡിന്റെയും മാർക്കിംഗ് പോളിസിയും അനുസരിച്ചായിരിക്കും നടക്കുന്നത്. എങ്കിലും സാധാരണയായി ഒരു 93% മാർക്കുള്ളവർക്ക് ജനറൽ കാറ്റഗറിയിൽ LBS വഴി അലോട്ട്മെന്റ് ലഭിക്കാറുണ്ട്. OBC കാറ്റഗറിയിൽ വരുന്നവർക്ക് ചിലപ്പോൾ 92 അല്ലെങ്കിൽ മാക്സിമം 91% വരെയും അലോട്ട്മെന്റ് ലഭിക്കാറുണ്ട്. അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾക്ക് കേരളത്തിൽ സീറ്റുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ BSc നഴ്സിംഗ് സീറ്റ് അലോട്ട്മെന്റ് ലഭിക്കാൻ വേണ്ടതിനേക്കാൾ കൂടുതൽ മാർക്ക് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കാൻ ആവശ്യമായി വരാറുണ്ട്. മറ്റൊരു കാര്യം, LBS അലോട്ട്മെന്റ് കൂടാതെ കേരളത്തിൽ വിവിധ മാനേജ്മെന്റ് അസോസിയേഷനുകളും അവരുടെ പോർട്ടൽ വഴി മെറിറ്റ് അഡ്മിഷൻ നടത്തുന്നുണ്ട് എന്നതാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും LBS അലോട്ട്മെന്റ് പ്രോസസ്സിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേഷൻസ് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.